ഈ സമയത്ത് ലാലേട്ടനെയാണ്, ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ എന്തോരം കഷ്ടപ്പെടുന്നോന്നല്ലേ. ഇപ്പോ ഇവരായതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. ലാലേട്ടൻ എങ്ങനെ ആയിരുന്നെങ്കിലും ഇന്ന് തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പ് മുട്ടിച്ചാണ്. അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ നിന്ന് മാറിയത് നന്നായി എന്ന് മാറിയത് നന്നായി എന്ന് ചിന്തിക്കുകയാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞ് വിവാദമാക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ, ഇനിയും സമയങ്ങളുണ്ടല്ലോ. ഒറ്റ ചോദ്യം കൂടി, താങ്കൾ പറഞ്ഞതിൽ തന്നെയാണ് ചോദ്യം. ആ എസ്കേപ്പിസത്തെ താങ്കൾ എങ്ങനെ കാണുന്നു എന്നതായിരുന്നു ചോദ്യം. ആരുടെ? ഇപ്പൊ താങ്കൾ പറഞ്ഞു തലപ്പത്ത് മോഹൻലാൽ ആയിരുന്നെങ്കിൽ ഏത് നിലയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടേനെ. ഇപ്പൊ ഉള്ളവര് മറുപടി പറയേണ്ടത് ഇപ്പൊ തലപ്പത്തിരിക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ സ്ത്രീകൾ തലപ്പത്തുള്ളവർ അവർ മറുപടി പറയും. ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അമ്മ എന്ന് പറയുന്ന ഒരു വികാരമാണല്ലോ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെ എല്ലാവരും ഒരു വികാരമാണ്. ഇപ്പൊ ഈ മഹാരാജാസ് കോളേജിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഇവിടെ ആരുണ്ടെങ്കിൽ അറിയാം, അതൊരു മഹാരാജാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു വികാരം എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. അപ്പോൾ അതിന്റെ തലപ്പത്ത് ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അവരതിന് ഉത്തരം പറയും. ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. അവരതിന് അനുകൂലമായ ഉത്തരം പറയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.